അല്ല ഈ സ്ലൈസിന് എങ്ങനെ പറക്കാൻ കഴിയുന്നേ? ഹണി ബണി, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടരുത്. മാഡം, സ്ലൈസ് പറക്കുന്നു. പോപ്പറ്റ്, ഹണി ബണിയുടെ സ്ലൈസ് നീ എന്തിനാണ് കഴിക്കുന്നത്? ഞാൻ കഴിക്കല്ല മാഡം, അത് തന്നെ പറഞ്ഞ എന്റെ വായിക്കാത്ത വന്ന് വീണതാ. സംശയമുണ്ടോ? ആദ്യം നിങ്ങളുടെ കളി മതിയാക്ക്. എന്നെ ഈ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കാൻ സമ്മതിക്ക്. ബണി, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ന്യൂസ് പേപ്പർ എന്തിനാണ് കീറിയത്? അത് മാഡം, ഇത് തന്നെ പറന്ന് എന്റെ കയ്യിലേക്ക് വന്നതാണ്. ആ പേപ്പറിന് എങ്ങനെ നിന്റെ കയ്യിലേക്ക് പറന്നു വരാൻ കഴിയും? എന്റെ അമ്മച്ചി, കണ്ടോ ഇപ്പൊ മീനും പറക്കുന്നു. മീനിനെ കൊണ്ട് എങ്ങനെ പറക്കാൻ കഴിയും കഴുതേ? കാട്ടിനകത്തുണ്ട് കറുത്ത കരടി. കണ്ടോ ഇവരുടെ എല്ലാവരുടെയും പേടി. കൈയടിക്കേ. സർ ഭൂതമായിരിക്കാണ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം വരുന്നുണ്ട്. ആളിനെ കാണാൻ പറ്റുന്നില്ല. കന്ന സർ, ഇതെന്താണ്? എന്റെ മുത്തശ്ശന്റെ പുതിയൊരു കണ്ടുപിടുത്തമാണ്. ഈ തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അദൃശ്യനാകാൻ കഴിയും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് ധരിച്ചാൽ ആർക്ക് വേണമെങ്കിലും അദൃശ്യനാവാൻ കഴിയുമോ? പെരുമഴ പെയ്തു കഴിഞ്ഞാൽ നാട് മുഴുവൻ വെള്ളത്തിനടിയിലായി. ഈ തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ ഹണിയും അദൃശ്യനായി. കൈയടിക്കേ. എന്നെ കഴുതേത് പറഞ്ഞു അല്ലേ നീ? ഇപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഹണി, ആ തൊപ്പി അഴിക്ക്. ഇല്ല, ഞാൻ കടയിൽ പോയി ചോക്ലേറ്റ് കഴിക്കാൻ പോവാണ്. എടാ പിടിക്കവനെ. അവൻ രക്ഷപ്പെട്ടു. കന്ന സർ, അവൻ തീർച്ചയായിട്ടും അടുത്തുള്ള കടയിൽ തന്നെയായിരിക്കും പോയിരിക്കുക. അങ്ങ് പോയി എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് തൊപ്പി വാങ്ങിയേക്ക്. ശരി കാട്ടൂർ മാഡം. ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോവാൻ പോവുകയാണ്. സുഹൃത്തിന് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. വഴക്ക് കൂടാതെ നിങ്ങൾ എല്ലാവരും അത് കഴിക്കണം. യെസ് മാഡം. ഭൂതം 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 ഭൂതം. ഓടിക്കോ. എടോ, കൂൾ ഡ്രിങ്ക്സ് കൂടെ എടുത്തു പോ. ഭൂതം 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 ഭൂതം. ഓഹോ, ആളെവിടെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊതുക് കടിച്ചു. ഹണി, നിന്നെ ഞാൻ പിടിച്ചു. കൈയടിക്കേ. മോഷ്ടിക്കുന്നത് തെറ്റായ കാര്യമാണ്. നീ മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് നോക്കട്ടെ. ഞാൻ മോഷ്ടിക്കൊന്നും ചെയ്തില്ലല്ലോ, എടുത്തല്ലേ ഉള്ളൂ. നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇവിടെ എന്തെടുക്കാ നിങ്ങള്? ജോർദാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ കേക്ക് വാങ്ങാൻ പോയതാ. ഈ ജോർദാറിനെ ഇത്ര സമയമായിട്ടും കാണുന്നില്ലല്ലോ. അവൻ വരും. ചിലപ്പോ ഫ്രഷ് കേക്ക് വാങ്ങിച്ചിട്ട് വരുമായിരിക്കും. എന്താ ഇത്? എനിക്കിഷ്ടം ചോക്ലേറ്റ് കേക്ക് ആണെന്ന് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ ഫ്രഷ് കേക്ക് വാങ്ങുന്നേ? നിന്നെ ഫ്രഷ് ആക്കാൻ വാങ്ങിക്കൊണ്ട് വരുവാ. സംശയമുണ്ടോ? അപ്പൊ കേക്കല്ലേ വാങ്ങിച്ചോണ്ട് വരുന്നത്? മേഡം എന്നോട് പറഞ്ഞത് കേക്ക് വാങ്ങിച്ചോണ്ട് വരുന്നാണല്ലോ. കേക്ക് എത്തിപ്പോയി. കേക്ക് എവിടെ? എന്ത് പറ്റി? നീ തനിച്ച് കേക്ക് തട്ടിവിട്ടോ? ഞാൻ കേക്ക് കഴിച്ചില്ല. പിന്നെ ആരാ കഴിച്ചത്? പൂച്ചകളാ. കൊച്ചളിയാ, നമ്മുടെ മേല് പഴി ചാരി അവൻ. അത് നിങ്ങൾ രണ്ടുപേരുമല്ല, ആ പൂച്ചകളാണ്. ഏത് പൂച്ചകള്? ഞാൻ കേക്കും വാങ്ങി വരികയായിരുന്നു. അപ്പോഴൊരു പൂച്ച എന്നെ വഴി തടഞ്ഞു. പിന്നെ അവർ എന്റെ അടുത്ത് വഴക്കമുണ്ടാക്കി. Happy birthday to you. Happy birthday to you. സർ, ഇന്നെന്റെ പിറന്നാളല്ല. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് കേക്ക് തരുന്നത്? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game.
Download now only on Google Play Store. സാർ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ കഴിക്കണമല്ലോ. നിക്ക് നിക്ക് സാർ, ഇതെന്റെ കൂട്ടുകാർക്കുള്ളതാണ് സാർ. ആ ഇന്നു മുതൽ ഞങ്ങളും നിന്റെ സുഹൃത്ത് തന്നെയാണ്. ആ, ആ. എന്നാ പിടിച്ചോ. സാർ ഈ കേക്ക് വീട്ടിൽ കൊണ്ടുപോകേണ്ടതാ. ഈ കേക്ക് എന്റെ കൂട്ടുകാർക്കുള്ളതാണ്. നിനക്ക് വേണമെങ്കിൽ ഇനി ബോക്സ് കഴിച്ചോ. പീക്കിരിപ്പൈന് ദേഷ്യം വന്നു. എന്നാ വരൂ, നമുക്ക് അവന്റെ ദേഷ്യം തീർത്തു കൊടുക്കാം. അടിക്കവനെ. പോവാം. അവരെന്നെ ഒരുപാട് തല്ലി, കൂടാതെ കേക്കും കൊണ്ടുപോയി. അവർക്ക് അത്രയ്ക്ക് ധൈര്യോ? വാ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമുക്ക് കേക്കല്ലേ വേണ്ടത്. അവരാ കേക്ക് തിന്നുകയും ചെയ്തു. ഇനി ആ കേക്ക് വേണമെങ്കിൽ വായും പൊളിച്ചിരുന്നാ മതി. സംശയമുണ്ടോ? ഇത് കൊള്ളാലോ, നമുക്ക് വായും പൊളിച്ചിരിക്കാം. ചിലപ്പോ ഇതിലും നല്ല കേക്ക് അവര് വായിൽ വെച്ച് തരും. വരൂ. നോക്ക്, ഇവൻ കൂട്ടുകാർക്കും കൂടെ അടിമേടിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. കൊച്ചളിയാ, എനിക്ക് ചോക്ലേറ്റ് കേക്ക് വേണം. ഫ്രഷ് കേക്ക് വേണ്ട. പെട്ടെന്ന് കൊണ്ടുവരാൻ പറ, നമുക്ക് കഴിച്ചിട്ട് പോവാം. അതെ ശരി. നമ്മൾ പൂച്ചകളായതുകൊണ്ട് പൂച്ചയുടെ പുറത്ത് കൈവെക്കുന്നത് ശരിയല്ലല്ലോ. എന്നാ ശരി, എന്നാ കൈവെക്കില്ല, കാല് വെച്ച് പണി കൊടുത്തോളാം. ഇന്നാ പിടിച്ചോ. എനിക്ക് പറക്കാൻ കഴിഞ്ഞത് നന്നായി. സംശയമുണ്ടോ? അത് ശരി, എന്നാ ഇത് പിടിച്ചോ. ഇനി ഉയരത്തിൽ പറഞ്ഞോ. ഇതാ. ഓ, ഇവനെന്താ ഫ്രഷ് ലാൻഡിംഗ് ആയല്ലോ. എന്നെ ഇതുവരെയും കിക്ക് ചെയ്തേ ഇല്ല. ഇന്നാ ഉന്നം തട്ടി. ഓടിക്കോ ഓടിക്കോ, ഓടിക്കോ. ആ. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു കേക്ക്? എങ്ങനെ ഉണ്ടായിരുന്നെന്നാ പൂച്ചയോട് തന്നെ ചോദിക്കണം. കഴിച്ചത് അവന്മാരാ. നീ എന്താണ് പറഞ്ഞു വരുന്നത്? മാഡം, ഞാൻ കേക്ക് വാങ്ങിച്ചോണ്ട് വരുമ്പോ നമ്മുടെ ഏരിയയിലുള്ള പൂച്ചകള് കേക്ക് പിടിച്ചു വാങ്ങിച്ച് കഴിച്ചു. ചോദിച്ചപ്പോ ഞങ്ങൾ അവന്മാരെ അടിച്ചു പരത്തി. ശരി, വിട്ടേക്ക്. ഇനി നിങ്ങൾ ആ പൂച്ചകളുടെ അടുത്തേക്കൊന്നും പോയി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത്. ശരി മാഡം. അത് വിട്ടേക്ക്. ഞാൻ നിങ്ങൾക്ക് കാശ് തരാം. നിങ്ങൾ പോയി പുതിയൊരു കേക്ക് വാങ്ങിച്ച് കഴിക്ക്. താങ്ക് യു മാഡം. കൊച്ചളിയാ, ഒരു പക്ഷേ ആ പൂച്ചകൾ ഈ കേക്കും കാണുകയാണെങ്കിലോ? എങ്കിൽ നമ്മൾ കന്നാ സാറിന്റെ കയ്യിൽ നിന്ന് ആ തൊപ്പി വാങ്ങുന്നു, എന്നിട്ട് ആ പൂച്ചകളെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നു. എന്താ ശരിയല്ലേ? ഇതാ മറ്റൊരു കേക്ക്. ഇവന്മാരിന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കാന്നാ തോന്നുന്നേ. അതെ അതെ, കഴിക്കേ. ആരാ എന്നെ അടിച്ചത്? ഇവിടെ 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 പറഞ്ഞത്. ഇവിടെ 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 അങ്ങനെ ചെയ്യരുത്. കൂട്ടുകാരെ വരൂ, വന്ന് കേക്ക് കഴിക്കൂ. ഇപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. ഹൈ.
കളിയാ ഇതെന്ത് കളിയാ ഇതാണ് യഥാർത്ഥ ഫുട്ബോൾ, സംശയമുണ്ടോ? ആ ഓടിക്കോ, ഫുട്ബോളിനകത്ത് ഭൂതമുണ്ട്. ഓടിക്കോ 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 വേഗം ഓടിക്കോ. അതെ കേക്ക് ഒന്ന് കഴിച്ചിട്ട് പോ. ഇനി മുതല് നമ്മളെ എന്നല്ല ആരെയും ഇവന്മാര് ശല്യപ്പെടുത്തില്ല.